പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞാൻ ഒരിക്കൽ കൂടി കരിപ്പിലങ്ങാട് വന്നേക്കുവാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് കരിപ്പിലങ്ങാട് ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഒരു ഗുഹേനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ. പക്ഷേ ആ ഒരു ഗുഹയിലേക്ക് പോകാനായിട്ടുള്ള വഴിയൊന്നും ഇവിടെ ഉള്ളവർക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അതെവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്നൊന്നും അന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. ചെറിയൊരു ശ്രമമൊക്കെ ഞാൻ നടത്തി നോക്കിയതായിരുന്നു, പക്ഷേ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ ഇന്ന് നമ്മൾ എന്തായാലും ഏകദേശം ഒരു ഐഡിയയൊക്കെ മനസ്സിലുണ്ട്. അത് വെച്ചിട്ട് പോകാനായിട്ട് പോവുകയാണേ. എന്തായാലും ഒരു ഗുഹ കണ്ടെത്താൻ പറ്റുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോകേണ്ട വഴി എന്ന് പറയുന്നത് ഈ ഒരു മെയിൻ റോഡ് കണ്ടത് തൊടുപുഴ പുളിയന്മല റോഡാണ്. അപ്പോൾ നമുക്ക് തൊടുപുഴയിൽ നിന്ന് കുളമാവൊക്കെ എത്തുന്നതിന് മുന്നേ ആയിട്ടാണ് കരിപ്പിലങ്ങാട് ഗ്രാമം ഉള്ളത്. അതായത് തൊടുപുഴയിൽ നിന്ന് വരുമ്പോഴത്തേനും 9ാമത്തെ ഹെയർ പിൻ കഴിഞ്ഞിട്ട് 10ാമത്തെ ഹെയർ പിൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ടാണ് കരിപ്പിലങ്ങാട് സിറ്റിയൊക്കെ വരുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ സിറ്റിയിലേക്ക്. അപ്പോൾ സിറ്റിയൊക്കെ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഈ കിടക്കുന്ന വഴിയാണ് താഴേക്ക്, ഈ ടാറിട്ട വഴിയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ഇത് നേരെ പോയി കഴിഞ്ഞാൽ അവിടെയാണ് കുറേ ഈ ഗ്രാമത്തിലെ കുറേ വീടുകളൊക്കെ ഉള്ള സ്ഥലമൊക്കെ വരുന്നത് അവിടെയാണ്. അപ്പോൾ ഈ ടാറിട്ട വഴി കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ, കഴിഞ്ഞാൽ നമുക്ക് ഓഫ് റോഡാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു അമ്പലം അന്വേഷിച്ച് പോയ സെയിം റൂട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മേളിക്കൂടെ ഈ മലയുടെ വട്ടം ഇറങ്ങിയായിരുന്നു. ഇതിൻ്റെ മേളിലാട്ടോ നമ്മുടെ കരിപ്പിലങ്ങാട് സിറ്റിയൊക്കെ വരുന്നത്. അവിടുന്ന് കുറേ ദൂരം ഞാൻ വട്ടം ഈ മലയുടെ മേളിൽ കൂടെ ഇറങ്ങിയായിരുന്നു അങ്ങോട്ട് പോയത്. പക്ഷെ അന്ന് ഈ റോഡ് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ ഒരു മേളിൽ നിന്ന് മൊത്തം നടന്നല്ലേ വന്നത്. പക്ഷേ ഈ കോൺക്രീറ്റ് റോഡ് കുറച്ച് ദൂരം കൊണ്ടും കഴിയും കേട്ടോ. അപ്പോൾ ഈ കോൺക്രീറ്റ് വഴി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെയാണ് വണ്ടി ഇവിടെ വയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ ചേട്ടനെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു നടന്ന് എനിക്ക് വഴി പറഞ്ഞു തന്നത്. ഇതാണ് ചേട്ടൻ്റെ വീട്. ഞാൻ ആ ഗുഹയിലേക്ക് ഒന്ന് പോകാനായിട്ടൊരു ശ്രമം നടത്തി നോക്കുക. ആ ഗുഹ വഴിയുണ്ടോ അങ്ങോട്ട് പോകാൻ? ഉണ്ടല്ലേ? ഗുഹ വരെ കാണാൻ പറ്റുമോ? ഇതാണ് ചേട്ടൻ്റെ വീട്. ഉരുളെടുത്തിട്ട് പോയതാണ് ഈ വീടല്ലേ? ഇതിന്റെ ബാക്ക് കണ്ടോ, ഉരുള് പൊട്ടി പോയതാട്ടോ. അതെ അല്ലേ? ചേട്ടനാണ് സഹായങ്ങളൊന്നും കിട്ടിയില്ല എന്നിട്ട് പറഞ്ഞോണ്ട് ഉരുള എടുത്താണ്. അപ്പൊ അതല്ലേ ഏട്ടാ? അവിടുന്ന് മണ്ണിടിഞ്ഞ് പോന്നിട്ട് ഈ വീടിന്റെ ഇത്ര ഏരിയ മൊത്തം പോയി. അകത്തൊക്കെ ചെളി കയറി അല്ലേ? ഇപ്പൊ താമസിക്കുന്നത് എവിടെയാ? മൂലടുത്താണോ? അപ്പൊ ഇവിടെ വന്നേക്കണേ? പറമ്പ് ഇവിടെ. ഓക്കെ, ഇവിടെ താമസമില്ല കേട്ടോ. അതുകൊണ്ട് ഉരുളെടുത്ത് പോയതാണേ. അതെ അല്ലേ? അങ്ങനെ അപേക്ഷയ്ക്ക് കൊടുത്ത അപേക്ഷിച്ചായിരുന്നോ? അതെ അല്ലേ? എന്നാ പറഞ്ഞേ? അതെ അല്ലേ? ഇതൊക്കെ വാർക്ക ഇതൊക്കെ ഉണ്ടോ മൊത്തം പോയേക്കണുണ്ടോ? അപ്പൊ തന്ന് താമസിച്ചോണ്ട സമയത്താണ് ഉരുള് പൊട്ടിയത്? അയ്യോ, ഞാൻ ജനലുമാറ്റി നോക്കുമ്പോഴോ ഈ മൊത്തം ഇവിടെ മല വരുന്നൊക്കെ വരുന്നത്. ചാടിക്കോളാൻ പറഞ്ഞു. പിന്നെ അതെല്ലേ? പെങ്കൊച്ചിന്റെ കാലം ഇങ്ങനെ സ്ലാവ് വന്ന് ഇരുന്നു 2 മണിക്കൂർ പോയി. അയ്യോ അയ്യോ, വേറെ ഒന്നും പറ്റിയില്ല ആൾക്കാർക്ക്? എടുത്തല്ലേ? ഒന്നാ ഉരുള് പൊട്ടി മൊത്തം ചെളി. ഇത് ജനലൊക്കെ മൊത്തം പൊട്ടി കിടക്കുന്നുണ്ടോ? അയ്യോ, ഈ ഏരിയക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഈ ഉരുള് അല്ലേ? ഒത്തിരി സ്ഥലത്ത് ഉരുള് പൊട്ടിയിട്ടുണ്ട്. തൂത്തെടുത്തോണ്ട് പോയി. ഒന്നും കാണില്ല. ഇതിപ്പോ ഇത്ര ഉണ്ടല്ലോ, ഇതുപോലെ തൂത്ത് പറഞ്ഞു താഴെ പോയി. ഇപ്പൊ മൂലമായിട്ട് താമസിക്കുന്നത് വീട് വെച്ചിട്ടാണോ? അല്ല, ഞാൻ കോട്ടയത്ത് താമസിക്കുക. അതല്ലേ? അയ്യോ, കഷ്ടം. ഇപ്പൊ 1 വർഷമായി. സർക്കാരിന് 5 രൂപ ഇല്ല അതിനായിട്ട്. ഇപ്പോഴും പറയാം, എന്നിട്ട് അവിടെ നിന്ന് വില്ലേജിൽ കൂടെ കാണണം, അല്ലെങ്കിൽ തഹസിൽദാർ കാണണം. ഇനി എല്ലാം കണ്ട് അപേക്ഷയെല്ലാം കൊടുത്ത് ഇവിടെ കട്ടേക്കൂടെ കൊടുത്തേക്കുക. ഇപ്പോഴും നമ്മൾ ചുമ്മാ ഇട്ട് നമ്മൾ നടത്തുക. കിട്ടുമോ എന്തായാലും? ഇവിടുത്തെ തരാന്ന് പറയുന്നത് തരുമൊന്നുമില്ല. നമ്മളിപ്പോ ചോദിക്കില്ലാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ അവസ്ഥ ഇപ്പൊ നമ്മള് പറമ്പ് കൂടെ കിടക്കില്ല. ഞങ്ങൾ കൊക്ക വരയ്ക്കാൻ കൂടെ വരുവേ. അങ്ങനെയുള്ള ചേട്ടനെ കണ്ടേ? ചേട്ടന് പറമ്പുണ്ട് ഇവിടെ കുറെ സ്ഥലത്ത് കൊക്കത്തോട്ടമൊക്കെ ഉണ്ട്. ഇതുണ്ടോ കട്ടിലൊക്കെ അങ്ങ് പോയേക്കണേ. അതെല്ലേ? ഇവിടെ വരെ ഉണ്ടായിരുന്ന കേട്ടോ. എന്തോ ഒരു ഏരിയ നോക്കിയാ മണ്ണിടിഞ്ഞു പോകുന്നില്ലേ? കാണുന്ന സംഭവം. ഇത് അക്കരെ നോക്കണമായിരുന്നു. പള്ള മുളച്ചാറല്ലേ അതിന്റെ ഗമ അറിയാത്തത്. ഈ പള്ള മുളച്ചപ്പോ അതിന്റെ ഗമമായല്ലോ. ശരിയല്ലേ? അങ്ങനെ തെളിഞ്ഞല്ലോ അല്ലേ? മണ്ണല്ലേ ഇങ്ങനെ? അന്ന് കാണുമായിരുന്നു. കണ്ടവര് കാണണം. എന്റെ പിന്നെ അതിശയം പറയും. എന്തായാലും രക്ഷപ്പെട്ടല്ലോ. അത് തന്നെ വലിയ ഭാഗ്യം എന്ന് കൂട്ടിയാൽ മതി. ഒന്നും പറയണ്ട. അപ്പൊ ഇതൊക്കെ ഓരോ കൃഷിയിടങ്ങളൊക്കെ കേട്ടോ. ഇത് കണ്ടോ, കൊക്കോ, അതുപോലെ തന്നെ കാപ്പി, ജാതി, അതൊക്കെയാണ് കൃഷി ചെയ്തേക്കുന്നത്. ഈ കോൺക്രീറ്റ് വഴി ഇതേ ഇവിടെ കൊണ്ട് തീരും കേട്ടോ. അവിടെ കുറേ ഈ മലഞ്ചെരുവിൽ ഒത്തിരി വീടുകളുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ മഴക്കാലത്ത് ഏത് നിമിഷം വേണമെന്നുണ്ടല്ലോ ഉരുള് പൊട്ടാവുന്ന ഒരു സിറ്റുവേഷനുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ ഈ വീട്ടിലാണ് നമ്മൾ അന്ന് അമ്പലത്തിലേക്ക് പോകാനുള്ള വഴി ചോദിച്ചത്. ഇവിടുന്ന് 2 വഴി കണ്ടപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ വന്നു കേട്ടോ. കണ്ടാ, അതിലൊരു വഴി കണ്ടില്ലേ? പഞ്ചായത്തിൻ്റെ എന്തോ ഒരു കമ്മ്യൂണിറ്റി ഹാളാണ് ആ മേളിലുള്ളത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് വഴി പറഞ്ഞു തന്ന ചേച്ചിയുടെ മുഖം കാണിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഗുഹയിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ലൈറ്റ് തന്നേക്കും കേട്ടോ. ചേച്ചി ഭയങ്കര ഇരുട്ടാണോ അവിടെ? അതെ അല്ലേ? ഇല്ലല്ലേ? ഓക്കെ, താങ്ക് യു കേട്ടോ. തിരിച്ചു തന്നെ
ആ ചെറിയൊരു മഴയുടെയൊക്കെ ഒരു ആരംഭം പോലെയൊക്കെ തോന്നുന്നുണ്ട്. ദൈവം എത്ര പ്രശ്നമുള്ള സ്ഥലമാണോ. ഞാൻ ഈ ഇതിൽ സംസാരിച്ചുകൊണ്ട് വന്ന കേട്ട് കാണും ഗുഹയുടെ കാര്യം, അതുകൊണ്ട് എടുത്തോണ്ട് ഞാൻ ചോദിച്ചിട്ടൊന്നും കൊണ്ടുവന്നല്ല കേട്ടോ. ഞാനീ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്ന് എങ്ങനെയാണ്ട് കൊണ്ടു തന്നതാണ്. പാവം കണ്ട, ഇതാണ് ഇനി വഴിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ ഉരുള് പൊട്ടി പോകണം കേട്ടോ. ഈ വഴിയുടെ കാണുന്ന ഒരു ഇതുണ്ടല്ലേ, വെള്ളം ഒലിച്ച് പോകണത്. താഴെയൊക്കെ വീടുകളുണ്ടേ. അയ്യോ, മഴക്കാലത്ത് ഇവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. അയ്യോ, എങ്ങനെ പേടിച്ചിട്ട് താമസിക്കൂലേ. താഴെ നിന്നൊരു ചെണ്ടകൊട്ട് കേൾക്കാമല്ലോ. അത് ഏതെങ്കിലും അമ്പലത്തിൽ നിന്നോ പള്ളിയിൽ നിന്നൊക്കെ ആയിരിക്കും. നമ്മൾ പോയ അമ്പലത്തിൽ നിന്നായിരിക്കില്ല കേട്ടോ, ഇത് ഒത്തിരി താഴെ നിന്നാണ് കേൾക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഗുഹയൊക്കെ ഇരിക്കുന്നത് വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിലാണ് കേട്ടോ. താഴെ വരുന്ന എനിക്ക് ആ സ്ഥലമൊക്കെ എന്ന് പറഞ്ഞാൽ പൂച്ചപ്ര ആ ഒരു ഏരിയയൊക്കെയാണ്. വലിയ മലയുടെ അടിവാരം കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഏകദേശം ഗുഹയുടെ അങ്ങോട്ട് തിരിയേണ്ട വഴിയായിട്ടുണ്ട്. നമുക്കിവിടെ വലിയൊരു പാറ കാണാം. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു അള്ളുണ്ട് കേട്ടോ. അന്ന് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടില്ലായിരുന്നു. ഇത് കണ്ടോ, വലിയൊരു അള്ള് കാണാം. അത് കണ്ടില്ലേ, അത്യാവശ്യം വലിയൊരു അള്ളാന്ന് തോന്നുന്നു കണ്ടിട്ട്. പാറയുടെ അടിയിൽ കണ്ടോ. അങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ മൊത്തം എന്തേ കാടും പള്ളയും പിടിച്ച് കിടക്കുന്നുണ്ട്. എന്തെങ്കിലും ഏഴജന്തുക്കളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോഴത്തേനും ഈ ഗംബൂട്ട് അങ്ങനെയുള്ള ബൂട്ടൊക്കെ ഇട്ടുകൊണ്ട് പറഞ്ഞു. ഞാൻ വെറും ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ അള്ളിൻ്റെ ഇവിടുന്ന് നേരെ കിടക്കണ വഴിയാട്ടോ അമ്പലത്തിലേക്ക്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയത് ഇതുവഴിയായിരുന്നു. അപ്പോൾ നമുക്ക് ഗുഹയിലേക്ക് പോകേണ്ടത് ഇതിലേ കേട്ടോ. എനിക്ക് ഏകദേശം ഒരു ഐഡിയ മേളിൽ നിന്നൊരു ചേട്ടൻ പറഞ്ഞു തന്നായിരുന്നു. ഒരു കുത്തുകല്ല് പറഞ്ഞു. ആ കുത്തുകല്ല് ഇതാട്ടോ, ഇതിലാണ് പോകേണ്ടത്. ഇവിടെ നമുക്ക് വലിയൊരു പാറ കാണാം. ഇതാണ് കുത്തുകല്ല്. ഇതൊക്കെ ആരും ഇതിൽ നടക്കുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ചെറിയൊരു വഴിച്ചാല് പോലെ കാണാം കേട്ടോ. എന്നാലും പുല്ല് പൊടിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിലും പാമ്പ് അങ്ങനെയുള്ള ജീവികളൊക്കെയാണ് പേടിക്കേണ്ടത്. വേറെ അങ്ങനെ മൃഗങ്ങളൊന്നും ഇല്ല ഇവിടെ. പന്നി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, കാട്ടുപന്നി. ഒരു വലിയൊരു മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, താഴേക്ക് വഴി കിടക്കണുണ്ടോ. വലിയൊരു പാറയുടെ അടിയിലാണെന്ന് പറഞ്ഞത് ഗുഹ. നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം വെച്ചാൽ ഇതിങ്ങനെ ഒത്തിരി വലിയ പാറകൾ നമുക്ക് ഈ ഒരു പറമ്പിൽ കാണാം. താഴെ നിന്ന് വെള്ളമൊക്കെ ഒഴുകുന്നതിൻ്റെ ശബ്ദം കേൾക്കാം കേട്ടോ. ഏതോ കാട്ടരുവിയൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒഴുകി പോകുന്നുണ്ട്. ആ, ഇനി ഇതാണ് ഗുഹ. ഓ, എനിക്ക് തോന്നണേ ഇതാണെന്ന് കേട്ടോ തോന്നണേ. ഇത് കണ്ടോ, ഒരു ഉറവയാണേ. നല്ല തെളി നീരൊഴുകി വരുന്നുണ്ടോ. ഇതാവാനാണ് ചാൻസ്. ഇതിപ്പോൾ അറിയാൻ എന്താണ് വഴി. ഇതുണ്ടോ, ഇത് നല്ല വിസ്താരമുള്ള ഗുഹ. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ലൈറ്റല്ലേ ഉള്ളേ. ഞാൻ ഇരുട്ടത്ത് തപ്പേണ്ട ആവശ്യമില്ലല്ലോ. ലൈറ്റ് കണ്ടോ. അതുകൊണ്ടത് അത്യാവശ്യം നല്ല വിസ്താരമുണ്ട്. ഒരാൾക്കൊക്കെ അത് കയറി പോകാനായിട്ട് പറ്റും. പക്ഷെ നിവർന്ന് നിൽക്കാനൊന്നും പറ്റില്ല കേട്ടോ. പക്ഷെ നല്ല അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ. ഈ ടോർച്ച് എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ വന്നതെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഞാൻ ഈ ഗ്രാമത്തിലേക്ക് വന്ന വഴിക്ക് ഇവിടെ താമസിക്കുന്നതിന് ബ്രോയിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നേ, ഒരു മിഥുൻ എന്ന് വരല്ല. അപ്പം ആളാണ് ഏകദേശം ഒരു വഴിയൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഗുഹയിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പം ആളുടെ വൈഫിൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞിട്ട് ഒരു ടോർച്ച് കൊടുത്ത് വിട്ടേക്കാൻ. അങ്ങനെയായിട്ട് നമ്മുടെ കയ്യിൽ ഇത് വന്നത്. അപ്പോൾ ഞാനിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗുഹയാണോ അല്ലയോ ഒന്ന് കൺഫേം ചെയ്യാനായിട്ട്. കാരണം വെച്ചാൽ മേളിൽ നിന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞനുസരിച്ച് ചേട്ടന്മാർ പറഞ്ഞനുസരിച്ച് ആ ഗുഹയിലേക്ക് പോകാനുള്ള വഴിയൊന്നുമില്ല, മൊത്തം അടഞ്ഞു കിടക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് എനിക്ക് ചെറിയ ഡൗട്ട് തോന്നുന്നത്. ഇത് അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണിൽ പെടുന്ന രീതിയിലാണ് ഈ ഗുഹയുള്ളത്. ഞാൻ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ റേഞ്ച് കുറവാട്ടോ, അതുകൊണ്ട് ഇച്ചിരി താമസമാണ് ഫോട്ടോ സെൻഡ് ആവാനായിട്ട്. എന്തായാലും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് കൺഫേം ചെയ്യാം ഇതാണോ അല്ലോ ആയിട്ട് നമുക്ക് ഒരുപാട് ദൂരം ഇവിടുന്ന് പോകണമെന്ന്. യെസ്, അപ്പോൾ ഇതല്ല കേട്ടോ ഗുഹ. ഈ ഒരു ഗുഹയല്ല. ഈ കാടിൻ്റെ അകത്ത് എവിടെയാണിത്, എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഇതെല്ലാം എന്ന് പുള്ളി ഉറപ്പ് പറഞ്ഞു. അപ്പം നോക്കാം, നമ്മുടെ ഒരു ശ്രമം നടത്തി നോക്കട്ടെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇവിടുന്ന് നോക്കേ, താഴേക്ക് വലിയൊരു പറമ്പാണ്. അങ്ങോട്ടേക്ക് ഇറങ്ങാനായിട്ട് ഒരു വഴി ഇതിൽ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ. അതുകൊണ്ടോ, അത് ഈ വെള്ളം ഒഴുകി പോകുന്നൊരു ചാലാണത്. മിക്കവാറും നമ്മൾ വന്ന വഴിയിൽ എല്ലാം തെറ്റിപ്പോയി കാണും. അതിലൊരു വഴി കിടക്കുന്നുണ്ട്, അതിലൊന്ന് പോയി നോക്കാം. മിക്കവാറും ഈ വഴിയായിരിക്കും. നമ്മൾ ഗുഹയിലേക്ക് ഇറങ്ങി ഇതുവഴി കേട്ടോ. അതിലൊരു വഴി കിടക്കുന്നുണ്ട് ഈ മേളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ. ഇതിലൊന്ന് പോയി നോക്കാം. ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ അടിക്കും കേട്ടോ. അങ്ങനെയൊന്നും പെട്ടെന്ന് നമുക്ക് ഇവിടെ അല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഇത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല.
ആ ഇതൊരു നടവഴിയാണ്. എൻ്റെ കാലേ നന്നായിട്ട് തെന്നുന്നുണ്ട് ഈ ചെരുപ്പിട്ട് പോന്നതിൻ്റെ. ഇതിവിടെയുള്ള ആരുടെ പറമ്പാട്ടോ. ഇതിവിടെ റബ്ബർ തോട്ടമുണ്ട്. റബ്ബറിൽ രാവിലെ തോട്ടത്തിൽ ടാപ്പ് ചെയ്യാൻ നേരത്ത് ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റ് ആട്ടോ. അരുവിന്നാണ് തോന്നുന്നു വെള്ളം കൊണ്ടുപോകുന്നുണ്ട് ഓസ് വഴി താഴേക്ക്. അപ്പോൾ എന്തായാലും താഴെ താമസമുള്ള ഏരിയ ആയിരിക്കാം മിക്കവാറും. ഇതിപ്പോൾ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചു വരും വഴി മിസ്റ്റേക്ക് വരുമെന്നാണ്. ഇതൊക്കെ ഇവിടെ 4 പാടും വഴി കാണാം. ഓരോ ഐഡിയയും കിട്ടുന്നില്ല എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. ഓ ഇവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ, വീടോ അങ്ങനെയുള്ള ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല. ആ ബ്രോ കുറച്ച് തിരക്കായിരുന്നു എല്ലാം എൻ്റെ കൂടെ പോകുന്നതിന് കേട്ടോ. ആൾ ഓട്ടോ ഓടിക്കുന്നുണ്ട്, 1-2 ഓട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. കാരണം ഒരു പരിചയമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ളവരെ ആരും കിട്ടിയില്ല, അതാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ മിഥുൻ ബ്രോനെ വിളിച്ചു കേട്ടോ. ബ്രോ 1 മണിക്കൂർ എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. ബ്രോ ഇപ്പോൾ ഓട്ടത്തിലാണ്, അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു 1 മണിക്കൂറിൽ എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മൾ ഇത്ര എഫോർട്ട് എടുത്ത് വന്നതല്ലേ, അത് കാണാതെ എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ സമയം 11:30 12:30 ആകുമ്പോൾ ആൾ വരും. ആ ഒരു സമയം കൊണ്ട് ക്യാമറയുടെ ബാറ്ററി ഒക്കെ ചാർജ് ചെയ്യാം. പിന്നെ വെള്ളം കുടിക്കാനൊന്നും കഴിയില്ല കേട്ടോ. അത് പിന്നെ അവിടെ ഒരു ഗുഹയിൽ നല്ല അടിപൊളി വെള്ളമുണ്ടല്ലോ, അതൊക്കെ കുടിച്ച് ഇതിൻ്റെ ഈ ഒരു ഭംഗിയൊക്കെ കണ്ടിട്ട് ഇവിടെ ഇരിക്കാം. അന്നേരത്തിനും ബ്രോ എത്തും. നല്ല അടിപൊളി വെള്ളം കേട്ടോ, ഫ്രഷ് വാട്ടർ എന്നൊക്കെ പറയില്ലേ. നല്ല തണുപ്പും ദാഹമൊക്കെ പമ്പ കിടക്കൂട്ടോ. നല്ല തണുപ്പുണ്ട് ഇവിടെ ഇരുന്നിട്ട്. കുറച്ചേരം ഇരിക്കാം. കാണിച്ചു തരാമോ? ആ ഓക്കെ. ഞാൻ തൊടുപുഴയെന്ന് ഒത്തിരി നടന്നു പോകണോ? ഞാൻ കുറച്ച് ദൂരം താഴേക്ക് പോയായിരുന്നു. അതെ അല്ലേ? ആ വെള്ളം ഒഴുകിയവനൊരു ഗുഹ കണ്ടോ? അതല്ലല്ലോ. ആ ഇവിടെ വെള്ളമുണ്ടെന്ന് പറയുന്നത് അതല്ലേ ചേട്ടൻ ഉദ്ദേശിക്കുന്നേ? ആ ശരി ശരി. ചേട്ടൻ്റെ പേരെന്നാ? എവിടെ വീട് എവിടെയാ? ആ അപ്പം എന്തായാലും മിഥുൻ ബ്രോഡ് വരണ്ടെന്ന് പറയാം. ഈ ചേട്ടൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാനിതിലിപ്പോൾ ഇറങ്ങിപ്പോയത് ഈ പറമ്പില്ലേ മാവ് നിൽക്കുന്നില്ലേ, അതെ അല്ലേ? ഓ ആ അതൊരാളുടെ പറമ്പാട്ടോ. ആ ഞാനിപ്പോൾ ഇതിലേ ഇറങ്ങി വന്ന ഈ കറക്റ്റ് വഴി. എന്നിട്ട് ഞാൻ ഈ ഇടത്തേക്ക് പോയി. ആ കക്കാട്ടള്ളല്ലേ? കക്കാട്ടള്ളെന്നാണ് ഗുഹയുടെ പേര്. കക്കാട്ടള്ള്. അള്ളെന്ന് പറയുന്നത് ഗുഹയാണല്ലോ. ഓ ഞാനിപ്പോൾ ഇവിടെ വരെ വന്നിട്ട് ഇവിടെ നിന്ന് കയറിയുള്ളൂ. ആ ചെണ്ടൗട്ട് കേൾക്കുന്നത് എവിടെ നിന്നറിയോ? നാളിയാനി. ആ അവിടെ വലിയൊരു മലയാട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇവിടെ വരെ ആയിരുന്നു ഇറങ്ങി വന്നത്. അവിടെ നിന്ന് വീണ്ടും താഴേക്ക് ഇറങ്ങി പോരണം. ഈ പാറയാണോ? ആ ആ ആ ചെറിയൊരു വഴിച്ചാല് മാത്രമേ ഉള്ളൂ. ചേട്ടൻ എന്താ ജോലി? ആ ഇതെന്താ ചേട്ടാ ഇത്? ഈ പാറയെ കൂടെ കാണാലോ, ഞാൻ അവിടെയും കണ്ടു. ഇത് പന്നാന്ന് പറയും. ഇതൊക്കെ വിലയുള്ള 10 രൂപ അതെയോ? അതെന്നാ സംഭവം? ഇത് കഴുകി അലക്കി ഇത് നീര് മെഷീനകത്തിട്ട് അരച്ച് കളിക്കാൻ. അതെല്ലേ? ഈ പാറയെ കൂടെ മൊത്തം മറ്റേ മലയണ്ണാന്റെ വാല് പോലെ അല്ലെ, അണ്ണാന്താളി എന്ന് പറയും. അതെ അല്ലേ? ആ കറക്റ്റ് അതുപോലെ അണ്ണാന്റെ ദേഹം പോലെ. ആ നമ്മൾ ഏകദേശം എത്തി തോന്നുന്നു. അതെ എന്നാ വലിയ പാറയാ നോക്കി. ഒരു കേക്ക് മുറിച്ച് വെച്ചേക്കണം അല്ലേ? ആ ഓ ഇത് തന്നെ വന്നായിരുന്നെങ്കിൽ ഒരിക്കലും കണ്ടുപിടിക്കില്ലായിരുന്നു. എന്നാ മരം? ഏ മടുത്ത മടുക്ക. ആ ഈ മരത്തിന്റെ പേരാട്ടോ മടുക്ക എന്ന് പറഞ്ഞു. ഇത് എന്തിനേലും മരുന്നാണ്? എന്തിനാ ഉപയോഗിക്കുന്നത്? ആ നല്ല കാതലുള്ള തടിയാ അല്ലേ? ആ ഓ ഇതാണ് ആ ഉരുള് പൊട്ടിപ്പോകുന്ന ഏരിയ കണ്ടോ? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നോ? ആ മേളിൽ നിന്ന് അങ്ങ് ദൂരെ കാണാട്ടോ മലയെന്ന് മണ്ണിടിഞ്ഞ് പോകുന്നത്. ഓ എൻ്റെ പൊന്നെ, ഒരു ഏരിയ അതുപോലെ അങ്ങ് എടുത്തുകൊണ്ട്. ഇതൊക്കെ ഉരുള് പൊട്ടിപ്പോയതിൻ്റെ പാടല്ലേ ഏട്ടാ? അത്
ഓ കട്ടക്കണ നോക്കിയ ഒരു ഏരിയ. വീണ്ടും അങ്ങനെ നടന്നൊരു കൊക്കത്തോട്ടത്തിലേക്ക് വന്ന് കയറി. ആ മേളിൽ നിന്ന് 1 കിലോമീറ്ററോളം താഴേക്ക് ഇറങ്ങി പോകുന്നുട്ടോ. ആ ഇതല്ലേ ആ അതെ മൊത്തം ചക്കപ്പഴം, ചക്ക പഴുത്തി ആടി കിടക്കണുണ്ടോ. ഇതൊന്നും ആർക്കും വേണ്ടേ ചക്കപ്പഴം. ആ അടിപൊളി ഇത് എൻ്റെ പൊന്നു. അപ്പോൾ ഇതാണ് നമ്മൾ തേടി വന്ന ഗുഹ. ഞാൻ ലൈറ്റ് അടിച്ച് കാണിക്കാം കേട്ടോ. അമ്പോ എൻ്റെ ഗുണാക്കേ പോലെ ഞാൻ കിടക്കുമല്ലോ. ചേട്ടാ ഇങ്ങോട്ടൊന്ന് കളിക്കാവോ? പാമ്പല്ലോ എൻ്റെ പൊന്നു. ഇവിടെ കെട്ടി വെച്ചേക്കുന്നത് ആ ഗുഹയുടെ വാതുക്കല്. ഓ ഇത് ഭയങ്കര ഗുഹയാട്ടോ ഇത്. അയ്യോ ഇതൊരു വലിപ്പം ഞാൻ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അല്ല പാമ്പ് കയറി കിടന്നാൽ അറിയില്ല. എൻ്റെ പൊന്നെ ഇത് ഭയങ്കര വിസ്താരമാട്ടോ. അതിൻ്റെ അകത്തേക്ക് ഒക്കെ നമുക്ക് ഇറങ്ങി പോകാനായിട്ട് പറ്റും. അത് വലിയൊരു റൂം പോലെ കിടക്കുവാണ് അവിടെ. ആ ഇറങ്ങാം, കുഴപ്പമില്ല. പാമ്പ് എന്തെങ്കിലും ഉണ്ടാവോ? ആ ഹട്ടടിച്ചാ പോണേ. എൻ്റെ അമ്മോ ചേട്ടാ ഇറങ്ങുന്നുണ്ടോ? അങ്ങോട്ട് ഇറങ്ങിയാ പിന്നെ ഇങ്ങോട്ട് കയറാൻ ചടങ്ങായിരിക്കണം. മണ്ണ് അവിടെ വരെ പോവോ? ആ പോണേന് കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും ഇഴജന്തുക്കളൊക്കെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കണേ. ഒന്നുമില്ല. അയ്യോ അതിൻ്റെ മേളിലേക്കൊക്കെ ഉണ്ടേ. ഒരു തീരുന്നില്ല കേട്ടോ അല്ലേ? ആ പക്ഷെ എൻ്റെ പൊന്നെ ഇതെന്തോ ഒരു എട്ടുകലിയാണ്. ഇതെന്താ? അയ്യോ വേണ്ട വിട്ടേരേട്ടാ ചെയ്യണ്ടൊന്നും. പാവം ചെയ്തില്ല അല്ലേ, നമുക്ക് ഉപദ്രവമൊന്നുമില്ലല്ലോ. വെട്ടം കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ ഒരു ഏരിയ ഉണ്ടോ? അവിടെയൊക്കെ മേളിലേക്ക് കയറി പോവാമേ, പക്ഷെ റിസ്ക്കാ. കയറിപ്പോയി എൻ്റെ വണ്ടത് വവ്വാല നിറച്ച്. ആ വാവലുണ്ട് അതിൻ്റെ അകത്തോടെ. നമുക്കിങ്ങനെ നിവർന്ന് നിൽക്കാം കേട്ടോ. ഓ എൻ്റെ അമ്മ ഇത്ര വലിയ ഗുഹ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കാണുമോ. എൻ്റെ അമ്മ ഞാനത് തവള കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മളിപ്പോൾ കയറി വന്നൊരു എൻട്രൻസ് ഒക്കെ ഒത്തിരി അകലെ കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ നുഴഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് കയറി. ഇവിടെയൊക്കെ ഒരാൾക്ക് ചേട്ടാ ഇവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നേ എൻ്റെ ഹൈറ്റ് ഒന്ന് കാണാനായിട്ടോ. ആ ഉണ്ടോ എന്നാലും നിൽക്കാം ഒരാൾക്ക്. ആ അതങ്ങ് കയറാട്ടത് ഉണ്ടോ? നോക്കി കയറണേ തെന്നും. അതുകൊണ്ടോ നമ്മളിപ്പോൾ എന്തോരം കയറി വന്നെന്നറിയോ. വീണ്ടും അങ്ങനെ കിടക്കുക. ആ വീണ്ടും ഇവിടെ നിന്ന് അള്ളു കാണാം താഴേക്ക്. അതെ അതെ ഉണ്ട് ഇതുണ്ട്. ഞങ്ങളുടെ ആൾക്ക് കിടക്കത്തില്ല. അയ്യോ ആ ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഇറങ്ങി കേട്ടോ, കുഴപ്പമില്ല മതി. ഒത്തിരി ഏരിയ ഉണ്ട് കേട്ടോ. വേറെ ഉണ്ടോ? ആ എന്നാ ഏരിയ ഞാൻ ടോർച്ച് അടിക്കാം നോക്കി അറിയാൻ മതി. അയ്യോ തന്നെ ഒന്ന് വന്നേക്കരട്ടെ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ. മുള്ളം പന്നി കിടക്കുന്ന ഇത്. അപ്പോൾ നമ്മളൊരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് ഇറങ്ങുന്ന പോലെ. ഇതിലൊരു ആൾക്കൊരു 100 ആൾക്ക് അല്ലേ, ചുരുങ്ങിയത് 100 ആൾക്ക് ഇതിൻ്റെ അകത്ത് കേട്ടോ. അത്രയും വലിപ്പമുണ്ട്. അപ്പം ഒന്ന് ഊഹിച്ച് നോക്കി ഇതിൻ്റെ ഒരു വിസ്താരം എന്തോന്ന്. എന്നാ ചേട്ടൻ പോകണുണ്ടോ? അയ്യോ കണ്ടോ ഇവിടെ ഒരാൾക്ക് നിവർന്ന് സുഖമായിട്ട് പോയിട്ടുണ്ടല്ലേ. ഇവിടുന്ന് ഓരോ വഴികളുണ്ട് അങ്ങോട്ട് അപ്പുറത്തേക്ക് കിടക്കാനായിട്ട്. ഇവിടുന്ന് പോകാൻ അങ്ങോട്ടൊക്കെ ഒത്തിരി
ഇങ്ങനെ കിടക്കും കേട്ടോ. എൻ്റെ അമ്മ മതി, എന്തായാലും കാണാൻ സാധിച്ചു, അതിന് വളരെ സന്തോഷം. അപാരം. ആ വീഡിയോ എടുത്തോണ്ടിരിക്കുക. ചേട്ടാ ഒരുപാട് സന്തോഷം കേട്ടോ ചേട്ടന്. ചേട്ടൻ പോരാന്ന് ഞാനിങ്ങനെ പറഞ്ഞു, അതിനെ ഞാൻ പോരാന്ന് പറഞ്ഞു എൻ്റെ കൂടെ ഇറങ്ങി പോകുന്നോട്ടാ. ചേട്ടൻ വീട്ടിലേക്ക് പോയി പറമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പുറമേ നിന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആ ഗുഹയുടെ വാത് കണ്ടോ, വലിയൊരു പാറ, ഒരു കൂറ്റൻ പാറ. അതിൻ്റെ അടിയിൽ ഭയങ്കരമായിട്ടുള്ള കള്ള്. ഇതൊക്കെ ഭയങ്കര നമ്മളെ ദൈവത്തിന്റെ അനുഗ്രഹം. അപ്പോൾ ഈ ഒരു ഗുഹേനെ ചുറ്റിപ്പറ്റി കുറേ കഥകളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കരിപ്പലങ്ങാട് വന്നപ്പോൾ സിറ്റിയിൽ നിന്ന് കുറച്ച് ചേട്ടന്മാർ പറഞ്ഞത് വേലുത്തമ്പി തളവയുടെ 2 ശിഷ്യന്മാർ വന്ന് ഒളിച്ച് താമസിച്ച ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ പട്ടാളക്കാർ പിടിക്കാനായിട്ട് വന്നപ്പോഴത്തേനും പിടി കൊടുക്കാതെ അവർ എന്തോ വിഷം കഴിച്ചിട്ട് ഗുഹയ്ക്കകത്ത് വെച്ച് തന്നെ ആത്മഹത്യ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ ഇവിടെ ഇരുമ്പോണിക്കാർ വന്ന് താമസിച്ചിട്ടുണ്ടല്ലേ? പഴയ കാലഘട്ടത്തിൽ ഈ കൊല്ലപ്പണിക്കാരല്ലേ, അവർ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് വന്ന് ഇവിടെ താമസിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കഥകൾ പറയുന്നുണ്ട്. എന്തായാലും 2 കാലഘട്ടത്തിൽ നടന്നതായിരിക്കാം. ഐതിഹ്യമാണോ കഥയാണോ അതിൻ്റെ പിന്നിലുള്ള കറക്റ്റ് കാര്യമൊന്നും അറിയില്ല. എന്തായാലും ഇത് ഭയങ്കര ഒരു സംഭവമാണ്, നമ്മൾ കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇത്രയൊരു വലിയൊരു ഗുഹ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാരണം ഇത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ വീഡിയോ കണ്ടാൽ അത്രയും മനസ്സിലാവില്ല. ഒരു വീട്ടിലൊരു 3 മുറിയുടെ അത്രയും വലിപ്പം ഉണ്ടാവും അല്ലേ? അത് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അകത്ത് കയറുമ്പോൾ വഴി തെറ്റിപ്പോകുന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഞാൻ കയറിയൊന്നുമില്ല, അകത്തേക്ക് കുറേ ഇങ്ങനെ വഴികൾ കാണാം. നമുക്ക് അത് പെട്ടുപോകും. നിങ്ങളെന്തായാലും വരുവാണെന്നുണ്ടെങ്കിൽ തന്നെ വരാതിരിക്കും. ഇവിടെ വന്നിട്ട് ഇപ്പം ഇവിടെ അറിയാമൊന്നുമില്ല. നമ്മൾ ആ വട്ടം നേരെ അമ്പലത്തിന് ഇവിടെ തിരിയുന്ന വഴിയില്ല. അവിടുന്ന് നേരെ ഇറങ്ങിയാൽ ഉരുള് പൊട്ടീൻ്റെ ഒരു ചാല് കാണാം. അവിടെ നിന്നാൽ തന്നെ ഈ വലിയ പാറ, ഇത്രയും വലിയ പാറ ഈ പ്രദേശത്തില്ല, ഏറ്റവും വലിയ പാറയാണ്. ആ പാറയുടെ അടിയിലാട്ടോ. ഇവിടെ വന്നിട്ട് ഇവിടെ അടുത്തുള്ള ആരുടെയും വിളിച്ചുകൊണ്ട് വരുക, ആരുടെയൊക്കെ ഉപദേശം തേടിയിട്ട് വരുക കേട്ടോ. തന്നെ വരാൻ നിൽക്കരുത്, ഇച്ചിരി റിസ്ക്കാണ്. അപ്പം എന്തായാലും ചേട്ടാ ഒരുപാട് സന്തോഷം കേട്ടോ. നമുക്ക് തിരിച്ച് കയറാം അല്ലേ? അവൻ വരുക. അവൻ ചേട്ടനെ പോവാ, ചേട്ടനെ വിളിച്ചുകൊണ്ട് കുറേ ഇറങ്ങി പോന്നു. നേരെ കേട്ടോ, വീടിൻ്റെ ഒരു കെട്ടല്ലേ കാണണേ? വീടിൻ്റെ ഒരു തറ കാണാട്ടോ അതിൻ്റെ അകത്ത്. ഉരുളെടുത്ത് പോയതാണോ? ഇനി നമുക്ക് ആ മല വട്ടം കയറണം. അങ്ങനെ നമ്മൾ മുകളിലെത്തി. ചേട്ടനല്ലേ പോണേ ഇനി പറമ്പിലേക്കാ? അപ്പോൾ കോട്ടെ, പിന്നെ കാണാം. പോരെ, ചേട്ടന് ഇതൊക്കെ നിസ്സാരമാണ്. നമ്മൾ ഈ വഴിക്കൂടെ പോന്നല്ലേ. അതെ സ്ഥിരം നടക്കുന്നവർക്ക് കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ അതേ മടുത്തു പോയി. 2 പ്രാവശ്യം ഇപ്പം വട്ടം കയറിയിരുന്നു വെളിയിൽ നിന്ന്. അറിയത്തില്ലാത്തോണ്ട് അതെ ആൾക്കാരൊന്നും അറിയാന്ന് പറഞ്ഞു. ഒത്തിരി മിക്കവരോട് ചോദിച്ചപ്പോൾ അറിയത്തില്ല, ആർക്കും പറഞ്ഞു തരാൻ. പിന്നെ ആ ഒരു മിഥുൻ എന്ന് പറഞ്ഞൊരു ബ്രോ ഉണ്ട്, ആളെനിക്ക് പറഞ്ഞു തന്നെ. ഞാൻ ഒത്തിരി പേരുടെ അടുത്ത് ചോദിച്ചു, അവർക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ അറിയില്ല. അത് വഴി മൂടിപ്പോയെന്നൊക്കെയാണ് പറഞ്ഞേ. ഓക്കെ, പിന്നെ കാണാം. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. അമ്പോ വേർത്ത് കുടിച്ചിട്ടോ, വേർപ്പ് കണ്ണിലേക്ക് ഇറങ്ങിയിട്ട് കണ്ണൊക്കെ നീറുക. അതുപോലെ നടപ്പല്ലേ മലയുടെ മേളിക്കൂടെ നമ്മൾ നടന്നത്. എന്തായാലും നമ്മുടെ ഒരു മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തേക്കും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്യാൻ വന്നിട്ട് ഗുഹ കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു, അതങ്ങ് തീർത്തേക്കും കേട്ടോ. അടിപൊളി, ഒരു ആശ്വാസമുണ്ട് ഇപ്പം. അപ്പോൾ എന്തായാലും ആ ഒരു കഴിഞ്ഞ വീഡിയോ ചെയ്തേ പിന്നെയാണ് ഇവിടെ ഇടുക്കി ജില്ലയിൽ ഇങ്ങനെ കരിപ്പലങ്ങാട് എന്ന് പറഞ്ഞൊരു ഗ്രാമം ഉണ്ടെന്ന് കൂടുതൽ പേർക്ക് അറിയാൻ സാധിച്ചത്. ഇവിടെ ഈ ഒരു ഗ്രാമത്തിലുള്ള ഒത്തിരി പേര് ആ ഒരു വീഡിയോ കണ്ട് കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിവിടെ ഒത്തിരി പരിചയമായി, ഗ്രാമത്തിലുള്ള ഒത്തിരി പേരായിട്ട് പരിചയം. ഞാനിങ്ങ് വന്ന വഴിക്ക് തന്നെ കുറേ പേര് വീഡിയോ ചെയ്ത ആളല്ല എന്നൊക്കെ ചോദിച്ച് സംസാരിക്കാനൊക്കെ വന്നു കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്താ പറയുക, വേറെ ഒന്നുമില്ല. എന്തായാലും നമ്മളിനി ഈ കരിപ്പലങ്ങാടത്തെ കാഴ്ചകൾ ഞാൻ എന്തായാലും ഇവിടെ കൊണ്ടൊന്നും തീർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി മൺസൂൺ ടൈമിൽ നമ്മൾ ഒരു വരവോടെ വരും. കാരണം വെച്ചാൽ കഴിഞ്ഞ ഒരു വീഡിയോ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ആ വീഡിയോയിൽ നമ്മളൊരു അമ്പലത്തിലേക്ക് പോയ വഴിയൊക്കെ ഞാൻ കാണിച്ചു തന്നല്ലേ പറഞ്ഞിട്ട്. മഴക്കാലത്ത് ആ ഒരു വഴി എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ മഴക്കാലത്ത് ഇവിടുത്തെ ആളുകളുടെ ജീവിതം എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ വരും. അപ്പോൾ എന്തായാലും തൽക്കാലം നമ്മുടെ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.